അതിർത്തിയിൽ ഇപ്പോൾ നിശബ്ദതയും സമാധാനവും നിലനിൽക്കുമ്പോഴും ബഹിരാകാശത്ത് ഇന്ത്യയെ ലക്ഷ്യമിട്ട് അതിശക്തമായ രഹസ്യ നീക്കങ്ങളുമായി പാകിസ്ഥാൻ സജ്ജമാവുകയാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളെയും സൈനിക നീക്കങ്ങളെയും പൂർണ്ണമായും നിരീക്ഷണ വലയത്തിലാക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ശൃംഖല അതിവേഗം വിപുലീകരിക്കുകയാണെന്നാണ് വിവരം. വെറും ഒരു ചെറിയ കാലയളവിലല്ല ഈ നീക്കങ്ങളെല്ലാം നടന്നത്. കഴിഞ്ഞ 16 മാസത്തിനിടെ മാത്രം 6 അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് പാകിസ്ഥാൻ ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നത്. പ്രമുഖ ദേശീയ മാധ്യമമായ ദി പ്രിന്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പുതുതായി വിക്ഷേപിച്ച ഈ ഉപഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും കൃത്യമായ ലക്ഷ്യത്തോടെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യ, ജമ്മു കശ്മീർ തുടങ്ങിയ തന്ത്രപ്രധാനമായ ഇന്ത്യൻ അതിർത്തി മേഖലകളുടെ ചിത്രങ്ങൾ നിരന്തരം പകർത്താൻ സാധിക്കുന്ന പ്രത്യേക ഭൗമ പദങ്ങളിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ നീക്കത്തിന്റെ സമയമാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വൻ സൈനിക നീക്കത്തിന് ശേഷം അതിർത്തിയിൽ വെടിനിർത്തൽ കരാറിലെത്തി കൃത്യം 1 വർഷം പിന്നിടുന്ന വേളയിലാണ് പാകിസ്ഥാന്റെ ഈ അടിയന്തര ബഹിരാകാശ നീക്കം. നിലവിൽ അതിർത്തിയിലെ സാഹചര്യങ്ങൾ ശാന്തമാണെങ്കിലും ബഹിരാകാശ അധിഷ്ഠിത നിരീക്ഷണ ശേഷി പരമാവധി ശക്തിപ്പെടുത്തി ഇന്ത്യയെ എപ്പോഴും നിരീക്ഷണ കണ്ണുകൾക്കുള്ളിൽ നിർത്തുക എന്നതാണ് പാകിസ്ഥാന്റെ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യം. കൃഷി വികസനം, ദുരന്ത നിവാരണം തുടങ്ങിയ സാധാരണ സിവിലിയൻ ആവശ്യങ്ങൾക്കായുള്ള ദൗത്യങ്ങളായാണ് പാകിസ്ഥാൻ ഈ വിക്ഷേപങ്ങളെ ലോകത്തിന് മുന്നിൽ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ ഉപഗ്രഹങ്ങൾക്ക് കടുത്ത സൈനിക നിരീക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഇരട്ട ശേഷിയുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധർ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത്യാധുനിക ഹൈ റെസല്യൂഷൻ ഓപ്റ്റിക്കൽ ഇമേജിംഗ്, ഹൈപ്പർ സ്പെക്ട്രൽ സെൻസറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള ഇമേജ് പ്രോസസ്സിംഗ് എന്നിവ വഴിയായി ഇന്ത്യൻ സൈനിക താവളങ്ങളും സൈന്യത്തിന്റെ ചെറിയ നീക്കങ്ങളും തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ ഈ അത്യാധുനിക സംവിധാനങ്ങൾക്ക് സാധിക്കും. സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദക്ഷിണേഷ്യൻ മേഖലയ്ക്ക് മുകളിലൂടെ ദിവസങ്ങളിൽ പലതവണ കടന്നുപോകാൻ സഹായിക്കുന്ന പ്രത്യേക ഭ്രമണപഥങ്ങളിലായാണ് ഈ ഉപഗ്രഹങ്ങൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 2026 ഏപ്രിൽ പാകിസ്ഥാൻ വിക്ഷേപിച്ച PRS-C-E03 എന്ന ഉപഗ്രഹം ഉത്തരേന്ത്യയിലും കശ്മീരിലും നിരന്തരമായ തത്സമയ നിരീക്ഷണം ഉറപ്പാക്കാൻ തക്കവണ്ണമുള്ള പ്രത്യേക ഭ്രമണപഥത്തിലാണ് നിലകൊള്ളുന്നത്. ഇത് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പാകിസ്ഥാന്റെ ഈ പെട്ടെന്നുള്ള ബഹിരാകാശ മുന്നേറ്റത്തിന് പിന്നിൽ അയൽരാജ്യമായ ചൈനയുടെ ശക്തമായ പിന്തുണയും ബുദ്ധിയും ഉണ്ടെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ 16 മാസത്തിനിടെ പാകിസ്ഥാൻ വിശേഷിപ്പിച്ച ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും ചൈനീസ് റോക്കറ്റുകളിലാണ് ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നത്. ചൈനയുടെ വലിയ തോതിലുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ ബാഹ്യ സഹായമില്ലാതെ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് വൻ ഉപഗ്രഹ ശൃംഖല വിന്യസിപ്പിക്കുക പാകിസ്ഥാൻ ഒരിക്കലും എളുപ്പമല്ലെന്നാണ് സുരക്ഷാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചുരുക്കത്തിൽ ചൈന പാക് കൂട്ടുകെട്ട് ബഹിരാകാശത്ത് ഉയർത്തുന്ന ഈ പുതിയ നിരീക്ഷണ വലയം ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്.